ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നൊരു സ്ഥാപനം തിരുവനന്തപുരം പട്ടം പ്ലാനിംഗ് ബോർഡിനടുത്തുണ്ട്. ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിനകത്താണ് നാറ്റ്പാക്കിൻ്റെ ഒരു ഓഫീസുണ്ട്. ഈ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ആദ്യം ശാസ്ത്രവും സാങ്കേതികവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പരിസ്ഥിതിയൊക്കെ ആക്കി വളരെ സ്റ്റെക്ക് എന്ന സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെൻറ്റ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞാണ് കിടന്നത്. അത് പിന്നെ അവസാനം കേരള സ്റ്റേറ്റ് സയൻസ് ടെക്നോളജി എൻവയോൺമെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ് വളരെ വിശാലമാക്കി ഒരുപാട് സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. KFRI അച്യുതമേനോൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. KFRI, TBGRI, അതുപോലെ തന്നെ CWRDM, സെസ് നേരത്തെ ഉണ്ടായിരുന്നു, സെസ് ഇപ്പം ഇല്ല. പിന്നെ ഇങ്ങനെ നിരവധി നാറ്റ്പാക്ക്, നിരവധി സ്ഥാപനങ്ങളുടെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഒരു അംബ്രല ഓർഗനൈസേഷൻ പോലെ അതിന് ദിശാബോധം നൽകേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ വലിയ പോസ്റ്റുമാണ്. അത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു പോസ്റ്റാണ്. പിന്നെ കുറേ സയൻറ്റിസ്റ്റുമാരും ജൂനിയർ സീനിയർ സയൻറ്റിസ്റ്റുമാരൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് അവിടെ. അവരാണ് ശാസ്ത്ര കോൺഗ്രസ് ഒരു വർഷം നടത്തുന്നത്, ശാസ്ത്ര പരിപാടികളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഒരു സയൻറ്റിഫിക് ടെമ്പർ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത്. പക്ഷേ സ്റ്റെക്കായിരുന്നപ്പോഴുണ്ടായിരുന്ന അത്ര പോലും പെർഫോമൻസ് KSST ആയതിനു ശേഷം ഇല്ല എന്നുള്ളത് ഒരു പരിതാപകരമായ കാര്യമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ പ്രമുഖരായ പലരും അവിടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ മിടുക്കന്മാർ തന്നെയാണ്. ആരും മോശക്കാരൊന്നുമല്ല, നല്ല പ്രൊഫൈലുള്ളവരാണ്. പക്ഷേ അവിടെ വരുന്ന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാർ പലരും പൊളിറ്റിക്കൽ നോമിനികളും യാതൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാകുമ്പോൾ പ്രശ്നം മാറും. കഴിഞ്ഞ 2 പ്രാവശ്യമായി തുടർച്ചയായി പിന്നെ 3 വർഷം വീതം നീട്ടിക്കൊടുക്കുകയും പിന്നെയും 1 വർഷം കൊടുക്കുകയും ചെയ്ത പ്രൊഫസർ KP സുധീർ, അദ്ദേഹം ഉപകാരസ്മരണയുടെ ആളാണ്. അദ്ദേഹം മദ്രാസ് IIT-യിലാണ് പ്രൊഫസറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനായിരിക്കണം, ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരിക്കണം അവിടെ വരേണ്ടത്. അല്ലാതെ പ്രൊഫസർമാരും മറ്റുള്ളവരും വരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ശാസ്ത്രജ്ഞന്മാരുടെ ദുഃഖങ്ങളും സുഖങ്ങളും അതിൻ്റെ പർവ്യൂയൊക്കെ അറിയാമെന്നുള്ളത് സയൻറ്റിസ്റ്റുമാർക്കാണ്. അതുകൊണ്ട് മിക്കവാറും അറിയപ്പെടുന്ന ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാരെ കൊണ്ടുവന്ന് വേണം അവിടെ ഇരുത്താൻ. ഇന്ത്യയിലെയും കേരളത്തിലെ ആയിക്കോട്ടെ. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. കേരളത്തിലെ തന്നെ ജനിച്ച് മലയാളിയായ വളരെ വലിയ സയൻറ്റിസ്റ്റുമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ KP സുധീറിനെ നിർത്തി. അദ്ദേഹം ഈ നമ്മുടെ പ്രളയം വന്നപ്പോൾ സർക്കാരിനെ കോടതികളിലൊക്കെ വെള്ളപൂശുന്നതിനാവശ്യമായ മനോഹരമായ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് അദ്ദേഹം IIT-ക്ക് വേണ്ടി IIT കേരള സർക്കാരിന് വേണ്ടി പഠനം നടത്തിയിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിനെ വെള്ളപൂശിയെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ KP സുധീറും സംഘവും തന്നെ പഠിച്ച കുറച്ചുകൂടെ വലിയ റിപ്പോർട്ടിൽ ഡാം മാനേജ്മെൻറ്റിനെ കുറിച്ച് കുഴപ്പം പറയുന്നുണ്ട്. നല്ല വൈരുദ്ധ്യമാണ്. ഒരാൾ തന്നെ 2 റിപ്പോർട്ട് പഠിച്ചപ്പോൾ 2 കാര്യം പറയുന്നതൊക്കെ വൈരുദ്ധ്യമാണ്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുകയാണ്. തമ്പുരാന്മാരുടെ നാട്ടിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഞാൻ ഈ പ്രശ്നം പറയുന്നത് പെരുമാറ്റച്ചട്ടമുണ്ട് നമുക്കിവിടെ. പെരുമാറ്റച്ചട്ടം മെയ് മാസം 6-ാം തീയതി വരെ പെരുമാറ്റച്ചട്ടം, 4-ാം തീയതി റിസൾട്ട് 6 വരെ പെരുമാറ്റച്ചട്ടമുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും നടത്താൻ കഴിയുന്നതല്ല. തൊഴിലുറപ്പിൻ്റെ പിന്നെ സോഷ്യൽ ഓഡിറ്റിലും ഇതുപോലെ ആളെ വിളിച്ചു ഡയറക്ടർ പോസ്റ്റിലേക്ക്. ഇപ്പോൾ KSST-യുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് EVP-യുടെ പോസ്റ്റ് വിളിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 12-നാണ് പോസ്റ്റ് വിളിച്ചത്. 17-നകത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഹറിബറിയാണ്. കുറേ അധികം പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10-25 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 25-ന് അവർക്ക് ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ രസകരമായ കാര്യം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഗവേഷണ പരിചയവും ഭരണപരിചയവും കണക്കിലെടുത്താണ് 2 വേണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിട്ട് വളരെ വർഷം പഴക്കമുള്ള ആളുകളാണ് വെക്കുന്നത്. പക്ഷേ ഇതിനൊരു സെർച്ച് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റി ഒരു ലെറ്റർ ഇറക്കിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്. അതിനകത്ത് സയൻറ്റിസ്റ്റ് ബാർ ടെക്നോക്രാറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അത് വെള്ള പൂശാനാണ്. ഒരുപാട് ആളുകളെ പകരം കുത്തിത്തിരുകാനാണ് സയൻറ്റിസ്റ്റ് എന്നുള്ളത് മാറ്റി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ സയൻറ്റിസ്റ്റ് ബാർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സയൻറ്റിസ്റ്റ് ഇന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതിനകത്തൊരു ടെക്നോക്രാറ്റ് എന്നും കൂടെ വെച്ചത് ഒരു വെള്ളപൂശലാണ്. ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതൊരു സെർച്ച് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാമചന്ദ്രനാണ്. അദ്ദേഹം മറ്റൊരു വിനീത വിധേയനാണ്. ഒരു കാര്യമില്ല. ഗവൺമെൻറ് പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എഴുതി കൊടുക്കുന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വേറൊരു വൈസ് ചെയർമാനായിരുന്നു. ഞാൻ വ്യക്തിയല്ല പറയുന്നത്. എനിക്ക് രാമേന്ദ്ര സാറിനെന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് എതിർപ്പില്ല. പക്ഷേ IS ഗുലാത്തിയെ പോലെ വളരെ മിടുക്കരായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട്
ചെയ്തു കൂട്ടുന്ന, ഒന്നും ചെയ്തു കൂട്ടിയില്ല, ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ചെയ്തു കൂട്ടുന്ന, ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ വിഷമത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരാളിനെ വച്ചിരിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വളരെ വിവാദമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ സ്വന്തം മാനസപുത്രനായിട്ടുള്ള ഒരു VC-യാണ് വെച്ചിരിക്കുന്നത്. അതും അദ്ദേഹവും ഡിജിറ്റൽ സർവകലാശാലക്കാരനാണ്. ഒരു ശാസ്ത്ര സാങ്കേതിക രംഗം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശാസ്ത്ര രംഗത്ത് നിൽക്കുന്ന, IT രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരു ശാസ്ത്രരംഗം IT ശാസ്ത്രമല്ലേ എന്നൊക്കെ യുക്തിപരമായിട്ടൊക്കെ ചോദിച്ച് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി പ്യുവർ സയൻസുകാരെ ആരെങ്കിലും വയ്ക്കണമായിരുന്നു. പിന്നെ ഒരു ഗവൺമെൻറ് പ്രതിനിധി. ഇതെല്ലാം ഉടായ്പാണ്. മൂന്നും തത്വത്തിൽ ഗവൺമെൻറ് പ്രതിനിധിയാണ്. സാധാരണ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് പ്രതിനിധിയും ഗവൺമെൻറ് വെളിയിൽ നിന്ന് ഒന്നോ രണ്ടോ എക്സ്പേർട്ടുകളെയാണ് വയ്ക്കുന്നത്. ഇത് മൂന്നും ഗവൺമെൻറ് പ്രതിനിധിയാണ്. വൈസ് ചെയർമാനും ഗവൺമെൻറ് പ്രതിനിധിയാണ്, ഡിജിറ്റൽ സർവകലാശാല VC ഗവൺമെൻറ് പ്രതിനിധിയാണ്, പിന്നെ ഒരു ഗവൺമെൻറ് പ്രതിനിധിയെ വയ്ക്കും എന്ന് പറയുന്നു. ഇനിയാണ് അടുത്ത രസകരമായ കാര്യം. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുമുണ്ട്. ആ പരാതിയിൽ അവർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ വിവാദമായ ഒരുപാട് പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു ഇവിടെ പിന്നെ KTU, കുഫോസ്, പിന്നെ മറ്റ് കുസാറ്റ്, പിന്നെ യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റി, കാരണം ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റികളിൽ വളരെ വിവാദമായി കയറിയും ഇറങ്ങി മറ്റൊരുപാട് പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വളരെ വിവാദമായ ഒരു VC അവർ സുപ്രീം കോടതി വരെ അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പുറത്താക്കിയൊക്കെ ചെയ്ത ഈ ഗവൺമെൻറ്റിനെ വളരെ വേണ്ടപ്പെട്ട ഒരു VC, ഇപ്പോൾ VC അല്ല, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഹറിബറിയായി വിളിക്കുന്നു എന്നൊരു വാദം വന്നിട്ടുണ്ട്. പേരറിയാം, ഞാൻ ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അതിനവസരമില്ലാത്തതുകൊണ്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വ്യക്തിയുടെ പേര് പറയുന്നില്ല. എന്തായാലും അദ്ദേഹം ശാസ്ത്രജ്ഞൻ അല്ല, ശാസ്ത്രജ്ഞനോ അല്ല, ഞാൻ സ്ത്രീയോ പുരുഷനോ എന്ന് പോലും പറയുന്നില്ല, പക്ഷേ ഒരാളിന് വേണ്ടിയിട്ടാണ്. ഇതിനിടയിൽ ഇന്ന് പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു ഇളവ് തരണം, കാരണം ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് നയപരമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ട്രാൻസ്ഫറും മറ്റ് പോസ്റ്റിങ്ങും നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കത്തും എഴുതിയിട്ടുണ്ട്. ആ കത്തെഴുതിയതിൻ്റെ പിന്നാമ്പുറത്തും ഈ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നാണ് സെക്രട്ടേറിയറ്റ് വർത്തമാനം. അത്ര സ്വാധീനമുള്ള ആളാണ് ഇപ്പോൾ അവിടെ പോസ്റ്റിങ്ങിന് വേണ്ടി സർക്കാർ കണ്ടുവച്ചിരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇതൊരു ഉഡായിപ്പായിരിക്കും, ഒരു ചടങ്ങായിരിക്കും, ഒരു വഴിപാടായിരിക്കും നടക്കുന്നത്. ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് ഇത് ചെയ്യരുത്. നിങ്ങൾ 4 തീയതി കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരട്ടെ, X വന്നാലും Y വന്നാലും സമാധാനപരമായി ഈ സെർച്ച് കമ്മിറ്റിയെ നിങ്ങൾ പിരിച്ചുവിടണം. ഈ സെർച്ച് കമ്മിറ്റി പോരാ, രാജ്യത്തെ അറിയപ്പെടുന്ന മിടുക്കരായ സ്ഥാപനങ്ങളുടെ HOD-മാരെയോ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരെയോ വെച്ചുകൊണ്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കണം. അതിൽ വിദഗ്ധർ വേണം, അതിനുശേഷം വേണം ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ വേണം അവിടെ കൊണ്ടിരുത്താൻ. കാരണം നിരവധി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ മേലോട്ടുള്ള ഒരു സ്ഥാപനമാണ് അത്, ഒരു കമ്മിറ്റിയാണ്. അതിനെ കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഗവൺമെൻറ്റിന് വെള്ളപൂശി തരുന്ന റിപ്പോർട്ട് എഴുതുന്നവർക്കും വേണ്ടിയിട്ടുള്ള വളരെ നാലാംകിട സ്ഥാപനമാക്കരുത്. AK ആൻ്റണി അതിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് AK ആൻ്റണി മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം ചെയ്തൊരു പ്രസംഗം, ചരിത്രപരമായൊരു പ്രസംഗമുണ്ട്. എന്തിനാണ് ഈ 5-ാം നിലയിലും 6-ാം നിലയിലുമൊക്കെ ഇങ്ങനെ ഒരു AC റൂമുകളിൽ ഇങ്ങനെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം, അത് ഭൂമിയിൽ തൊട്ടിട്ടില്ല. കാര്യം താഴത്തെ നിലകൾ വേറെ സ്ഥാപനങ്ങളാണ്, അത് ആ അർത്ഥം വെച്ചാണ് പറഞ്ഞത്. ഭൂമിയിൽ തൊട്ടിട്ടില്ല, ഇത് താഴെ ഇരിക്കേണ്ട സ്ഥാപനമാണ്. അതുകൊണ്ട് ശാസ്ത്രം ജനങ്ങളിലേക്ക് പോകാതെ മുകളിൽ തന്നെ നിൽക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം വളരെ ഒരു തമാശ രൂപേണ, ഒരു പരിഹാസ രൂപേണ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. AK ആൻ്റണി അദ്ദേഹമാണ് കെട്ടിടം ഉദ്ഘാടനം. അതുവരെ ഒരു ചെറിയ ബിൽഡിങ്ങിലാണ്, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ചെറിയ ബിൽഡിങ്ങിലാണ് കിടന്നത്. ആ ചെറിയ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നപ്പോഴുണ്ട് അത്രയും പ്രൊഡക്ടിവിറ്റിയോ അത്രയും ഔട്ട്പുട്ടോ ഈ വലിയ ബിൽഡിങ്ങിലേക്ക് പോയപ്പോൾ ഉണ്ടായില്ല എന്നുള്ള ഒരാക്ഷേപം കൂടി പറഞ്ഞുകൊണ്ട് അതിലവിടുത്തെ ഒരു സ്റ്റാഫിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എങ്ങാനും കിടക്കുന്ന വെള്ളിയാഴ്ചയും വ്യവസ്ഥയും അറിയാത്ത എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരെന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായി വരുന്ന ആളുകളാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രതി തല നേരെയായില്ലെങ്കിൽ ഉടലിലോട്ടുള്ള ബാക്കി ഒരു സ്ഥലവും നേരെ ആയിരിക്കത്തില്ല. കാര്യം തലയിലാണ്, തലച്ചോറും മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നത് തലയിലാണ്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ താഴോട്ടുള്ളതൊന്നും അങ്ങനെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് സ്റ്റെക്കിൻ്റെ എക്സിക്യൂട്ടീവ് KSSTയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിൻ്റെ സ്ഥാനത്തുള്ള ഇൻ്റർവ്യൂ ഡേറ്റ് മാറ്റിവെക്കുകയും സെർച്ച് കമ്മിറ്റി പുതിയതായി രൂപീകരിച്ച് വളരെ പ്രമുഖരായിട്ടുള്ള രാജ്യത്തെയോ ഈ ലോകത്തെയോ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞനെ അവിടെ കൊണ്ടുവരികയും കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളെ വളരെ വലിയ രീതിയിൽ ബൂസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുവാൻ കഴിയുമാറാകട്ടെ. ഒരു വ്യക്തിയോടും ഒരു എതിർപ്പില്ല, എല്ലാവരോടും സന്തോഷം.